കലക്കി വസൂൽ ഭായ് കലക്കി. കട തുറന്നതും കേക്കിന്റെ ഓർഡർ കിട്ടിയോ? ഇത് ഞാൻ ഓർഡർ ചെയ്ത കേക്ക് അല്ല, ഇത് കമന്ററി കേക്കാണ്. അതായത് ഫ്രീ കേക്ക്. നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം കോംപ്ലിമെന്ററി കേക്ക്. പക്ഷെ അത് ആർക്ക് വേണ്ടിയാ? എടാ, ഇത് ഗോപാലിനും മാധവനും വേണ്ടിയിട്ടാണ്. വിളിക്കാതെ വന്ന വിരുന്നുകാരെ പോലെ പെട്ടെന്ന് വന്ന് നമ്മുടെ കടയിൽ നിൽക്കുന്നതാണ് പതിവ്. ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി വഴക്കുണ്ടാക്കും, എന്നിട്ട് എന്റെ ബിസിനസ് അടച്ചു പൂട്ടിട്ട് അങ്ങ് പോവുകയും ചെയ്യും. അതുകൊണ്ട് അവന്മാർക്ക് 2 പേർക്ക് കൂടി കൊണ്ടുവന്നിരിക്കുക 2 ഡിഫറെന്റ് കേക്ക്. അതുകൊണ്ട് എന്റെ കട ഇപ്പോ സേഫ് ആണ്. ഗോപു, അങ്ങോട്ട് നോക്ക്. വസൂലിബായിയുടെ പുതിയ കേക്ക് ഷോപ്പ് ഒന്ന് തുറന്നു വെച്ചിരിക്കാ, നോക്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. അല്ലെങ്കിൽ തന്നെ ഇന്ന് എനിക്ക് കേക്ക് തിന്നണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ല, ആ കേക്ക് ഷോപ്പില് മാധവൻ എന്തിനാ വന്നിരിക്കുന്നത്? അവന്റെ കാര്യം ആലോചിക്കുന്നേ. നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന കേക്ക് കഴിച്ചങ്ങ് പോവാന്നേ. ഈ തീറ്റിപ്പണ്ടാരം കേക്ക് തന്നെ ഇവിടെ വന്നിരിക്കുന്നത്. ഗോപുവിന്റെ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കെന്താ, നമുക്കങ്ങ് ഫ്രീ ആയിട്ട് കേക്ക് കഴിച്ച് പോവാന്നേ. അല്ലേക്ക് എടാ ഗോപാൽ, എടാ മാധവ, കറക്റ്റ് ടൈമിനാണ് വന്നിരിക്കുന്നത്. എന്റെ പുതിയ കട തുറന്ന സന്തോഷത്തില് ഇന്നാ പിടിച്ചോ ഫ്രീ കേക്ക്. ഗോപു, ഈ കേക്ക് ശരിക്കും ഭയങ്കര ടേസ്റ്റ് അല്ലേ? ആ ഗോപാൽ മനഃപൂർവ്വം റെഡ് കേക്ക് എടുത്തിട്ട് പോയിരിക്കാ മാധവ്. വസൂലിബായ്, ഗോപാലിന് നല്ലോണം അറിയാം. അവന് നല്ലോണം അറിയാം റെഡ് കളർ എന്റെ ഫേവറേറ്റ് ആണെന്നുള്ള കാര്യം. അതുകൊണ്ടാണ് അവൻ മനഃപൂർവ്വം റെഡ് കേക്ക് വാങ്ങിച്ചിട്ട് പോയത്. കളറിൽ എന്താ ഉള്ളത്? 2 കേക്കിന്റെ ഫ്ലേവറും സെയിം ആണ്. ഇപ്പൊ കേക്ക് കിട്ടിയല്ലോ. ഇപ്പൊ ഗുൽമാൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വന്ന വഴി നോക്കി തിരിച്ചങ്ങ് വെക്കോ. ഈ റെഡ് കളർ കേക്ക് ഉണ്ടല്ലോ, അടിപൊളി ടേസ്റ്റ് ആണ്. എടാ മാധവ, നിന്റെ കേക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ പറഞ്ഞു തരാടാ എന്റെ കേക്ക് എങ്ങനെയുണ്ടെന്നോ. നീ ഇപ്പൊ ചെയ്തത് വളരെ വലിയ തെറ്റാണ് മാധവോ. ഒന്ന് നിർത്ത്. ഈ നിമിഷം വരെ ഞാൻ ഒരു കേക്ക് പോലും വിറ്റിട്ടില്ല. പക്ഷെ നിങ്ങൾ കാരണം ഒരു കേക്ക് പോലും ബാക്കിയുണ്ടാവില്ല. അതായത് വിൽക്കാൻ പറ്റും. ചേടാ, അതിന് മുന്നേ എല്ലാരും അങ്ങ് പോയോ? വസൂലിബായ്, ഇപ്പൊ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഗോപാലും മാധവനും ഉള്ളിടത്തോളം നിങ്ങൾ ഏത് കട തുറന്നാലും അടിച്ചു പൂട്ടേണ്ടി വരും. അതായത് ഗോപാലും മാധവനും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നവരെ അതുവരെ എനിക്ക് മനസ്സമാധാനത്തോടെ ഒരു തൊഴിലും ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ഗോപാലും മാധവന്റെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ അവരെ ചേർത്ത് വെച്ചേ പറ്റൂ. വേറൊരു വഴിയുമില്ല. ഈ കളർഫുൾ സൺഫ്ലവർ മാധവന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫ്ലവർ ഡെലിവറി മിസ്റ്റർ മാധവ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗോപാൽ ഈ ഫ്ലവർ അയച്ചേക്കുവാണ്. ഗോപാലിനൊരു കാര്യം മനസ്സിലായെന്ന് തോന്നുന്നത്, ഈ സ്കൂളിൽ ഇരുന്നു കൊണ്ട് മാധവിന്റെ കൂടെ കളിച്ചാൽ പിന്നെ ഒരു രക്ഷയില്ലെന്ന് അവന് മനസ്സിലായി കാണും. അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് ആവാൻ വേണ്ടിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മാധവ, ഇത് ആ പൂവല്ലേ? ഈ പൂ നിനക്ക് അലർജിയാ. ഗോപാൽ മനഃപൂർവ്വം ഈ ബൊക്കെ നിനക്ക് അയച്ചിരിക്കാം മാധവ്, നിന്നെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഈ പനീർ ചില്ലി പിzzയ്ക്ക് നല്ല രുചിയാ. വാ. ഈ ബൊക്കെ എന്തിനാണ് എനിക്ക് പറഞ്ഞയച്ചത്? എത്ര ധൈര്യം ഇത് എങ്ങനെ ചെയ്യും ഗോപാൽ?
നിനക്ക് ബൊക്കെ കൊടുത്തയച്ചവൻ ഏതെങ്കിലും ഫൂളായിരിക്കും. കണ്ടോ കണ്ടോ, ഗോപാലിന്റെ റൂമിൽ നിന്ന് പൊട്ടിച്ചിരിയുടെ ശബ്ദം. നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആയെന്നാ തോന്നുന്നത് വസൂലി ഭായ്. ഗോപാലും മാധവനും ഫ്രണ്ട്സ് ആയി മാറിക്കഴിഞ്ഞു. പിടിച്ചോന്നിന്റെ ബോക്കെ. ഗാർഡനിൽ പുതിയതായിട്ട് പൂക്കൾ പൂത്തിരിക്കുന്നത്. എന്നാ പിന്നെ ഉടനെ തന്നെ വെള്ളം ഒഴിക്കണ. ഒഴിച്ചോ. വസൂലി ഭായ്, നിങ്ങളുടെ പ്ലാൻ വീണ്ടും ഫ്ലോപ്പ് ആയിരിക്കുകയാണ്. എന്നാലും ഞാൻ ഒരിക്കലും പിൻവാങ്ങില്ലടാ. ഗോപാലിനെയും മാധവനെയും ഞാൻ ഫ്രണ്ട്സ് ആക്കും. അത് ഞാൻ ചെയ്തിരിക്കും. ഗോപു, എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞത് പുറത്തുനിന്നും പിസ്സ മീജ ഒന്നും വാങ്ങി കഴിക്കരുതെന്ന്. പക്ഷെ ഞാൻ പറയുന്നത് നീ കേട്ടിട്ട് വേണ്ടേ? ഇപ്പൊ കണ്ടില്ലേ, കഴിഞ്ഞ 6 മിനിറ്റില് നീ 6 പ്രാവശ്യം ടോയ്ലറ്റ് പോയി കഴിഞ്ഞു ഗോപു. പിസ്സ ഡെലിവറി. നിങ്ങൾക്ക് വേണ്ടി പനീർ ചില്ലി പിസ്സ മാധവൻ അയച്ചേക്കാണ്. എനിക്ക് തോന്നുന്നത് ആ മാധവൻ എന്റെ മുന്നിൽ കീഴടങ്ങി എന്നാണ്. അതുകൊണ്ടാ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഇപ്പൊ ഒരു ഡീല് വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഗോപു, ഈ പിസ്സ തിന്ന് നിന്റെ സ്റ്റൊമക്ക് അപ്സെറ്റ് ആയിരിക്കുക. മാധവൻ മനഃപൂർവ്വം ഈ പിസ്സ നിനക്ക് അയച്ചിരിക്കുക. കാരണം നിന്റെ വയറ് വീണ്ടും അപ്സെറ്റ് ആകാൻ വേണ്ടിയാ. എടോ മാധവ, ഈ പിസ്സ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്ത് നീ എന്തിനാ അങ്ങോട്ട് പറഞ്ഞയച്ചത്? പിസ്സയോ? പിസ്സ? എടാ, ഞാൻ നിനക്ക് പച്ചവെള്ളം പോലും തരില്ലടാ. എന്തിനാടാ തരുന്നത്? പ്ലാൻ വർക്കൗട്ടായി. മാധവൻ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ടില്ലേ? എനിക്ക് തോന്നുന്നത് വസൂലി ഭായ്, ഇപ്രാവശ്യം നിങ്ങളുടെ പ്ലാൻ വർക്കൗട്ട് ആയിന്നാ. ഗോപാലും മാധവനും ഫ്രണ്ട്സ് ആയി. അടിപൊളി. അവന്മാര് രണ്ടുപേരും അത്ര പെട്ടെന്ന് ഫ്രണ്ട്സ് ആവില്ലെന്നാ തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് എന്തെങ്കിലും ബെറ്റർ ആൻഡ് ബിഗ് ആയിട്ട് പ്ലാൻ ചെയ്തേ പറ്റൂ. ഞാൻ പറഞ്ഞ പ്ലാൻ നിനക്ക് ഓർമ്മയുണ്ടല്ലോ? നിങ്ങൾ എന്നെ വിളിച്ചായിരുന്നോ? വഴക്കുണ്ടാക്കരുത്. നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് കണ്ട് ഇദ്ദേഹത്തിന് ഷോക്ക് ഏറ്റിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് മുൻപിൽ വെച്ച് ആരും വഴക്ക് കൂടരുത്. എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ടിരിക്കണം. അല്ലെങ്കിൽ ഇയാളുടെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായി പോവും. ഡോക്ടർ, ഇനി വസൂലിബായിന്റെ അടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 4 ചുറ്റും സൗഹൃദമായിരിക്കും. പിന്നൊരു കാര്യം, വസൂലി ഭായ് പഴയതുപോലെ ശരിയാവുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഇയാളുടെ അടുത്ത് തന്നെ നിൽക്കണം. ഇയാളെ നല്ലോണം ശ്രദ്ധിച്ചോണം. ഞങ്ങൾ വസൂലിബായിയെ നല്ലോണം നോക്കിക്കോളാം. വസൂലിബായി, നിങ്ങൾ ഈ ന്യൂസ് കണ്ടേ? വസൂലിബായി, ഇപ്പൊ കാർട്ടൂൺസ് നോക്ക്. എന്റെ പ്ലാൻ വളരെ സൂപ്പർ ആയിട്ട് വർക്കൗട്ടായി. ഇപ്പൊ എനിക്ക് വിശ്വാസമായി കഴിഞ്ഞു. ഗോപാലും മാധവും നല്ല ഫ്രണ്ട്സ് ആയി മാറി കഴിഞ്ഞു. ഫസ്റ്റ് റാങ്ക്, ബെസ്റ്റ് ഫ്രണ്ട്സ്. വസൂലി ഭായ്, ഗോപാലും മാധവനും നമ്മുടെ കടയിലേക്കാ വന്നോണ്ടിരിക്കുന്നേ. ചേടാ, അവരിപ്പോ ഫ്രണ്ട്സ് അല്ലേ? അവര് തമ്മിൽ തല്ലിയാ മാത്രമേ നമ്മുടെ കടയ്ക്ക് പ്രശ്നം ഉണ്ടാവൂ. ഇപ്പൊ അവര് ഭയങ്കര സൗഹൃദത്തിലാ. മാധവ, ഞാൻ നിന്നെ കുറിച്ച് ഒരുപാട് മോശമായിട്ട് ചിന്തിച്ചു. പക്ഷെ നീ അത്ര മോശമൊന്നല്ല കേട്ടോ. നീ ഗുഡ് ബോയ്. നീ ശരിക്കും പറഞ്ഞ എന്റെ വളരെ നല്ലൊരു ഫ്രണ്ട് ആണ് ഗോപു. ഗോപാൽ,
വരൂ മാധവ, നിങ്ങളുടെ ഈ ഫ്രണ്ട്ഷിപ്പ് കണ്ട സന്തോഷത്തിൽ വരൂ സ്വീറ്റ് കഴിക്ക്. ഇന്ന് പിടിച്ചോ ക്യാമൽ പോപ്കോൺ. ആഹാ. എടാ മാധവ, നീ എന്റെ കൂട്ടുകാരനല്ലേ? ആദ്യം ഇത് നീ കഴിക്കേ. എന്താ? ഇല്ല ഗോപു, ആദ്യം നീ കഴിക്ക്, എന്നിട്ട് ഞാൻ കഴിക്കാം. ഓക്കേ? മാധവ, ഞാൻ പറഞ്ഞല്ലേ നീ ആദ്യം കഴിക്കണമെന്ന്. ഞാൻ പിന്നീട് കഴിച്ചോളാം. പറയുന്നത് മനസ്സിലാക്കടാ. ഗോപാൽ എത്ര സ്നേഹത്തോടെ ഈ പറയുന്നേ. നീ എടുത്തങ്ങ് കഴിക്കും മാധവ. എന്നാ പിന്നെ ഞാനും സ്നേഹത്തോടെയല്ലേ പറയുന്നത്. ആദ്യം ഗോപാല് കഴിക്കട്ടെ. എന്ന് വെച്ചാ ഞാൻ പറയുന്നത് നീ കേൾക്കില്ല അല്ലേ? മാധവ വേണ്ട. ഗോപാൽ വേണ്ട, നിർത്ത്. ഒന്ന് നിർത്തടാ. അയ്യോ ഗോപാൽ, മാധവ് ഒന്ന് നിർത്ത്. നിങ്ങൾ മിത്രങ്ങളാണോ അതോ ശത്രുക്കളാണോ? നിങ്ങൾ എന്റെ അടുത്തുള്ളവരെ എന്റെ കട അടച്ചു പൂട്ടേണ്ടി വരും. ഒന്ന് നിർത്തടാ, നിർത്ത്.